ഹായ് അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ റെസിപ്പി സ്പെഷ്യൽ മീൻ കറിയും വളരെ ടേസ്റ്റി ആയിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടമുള്ള നല്ല സൂപ്പറായിട്ടുള്ള ഒരു അവിയലുമാണ് കേട്ടോ. സദ്യ അവിയലിൻ്റെ മണവും രുചിയും എന്നും നാവിലെ നിറഞ്ഞു നിൽക്കണമെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ സ്വാദേറിയ ഈ കറികൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ മീൻ കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ വറ്റമീനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ ചേർക്കാവുന്നതാണ്. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇട്ടിട്ട് കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊക്കെ ഒന്ന് വാടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള അളവിൽ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം നല്ലോണം വറുത്തെടുക്കാം. ഈ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം. മീൻ കറി ഉണ്ടാക്കാനുള്ള ചട്ടി ഒന്ന് അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് നേരത്തെ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള അരപ്പ് ഇട്ട് കൊടുക്കാം. അരപ്പിട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കിയെടുക്കണം കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതേ ജാറിലിട്ടിട്ട് തന്നെ നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതുകൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളി കൂടി ഇട്ട് കൊടുക്കണം. കുടംപുളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഈ സമയം നമുക്ക് കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതൊന്ന് മൂടി വയ്ക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. കറി നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കണം. ഇപ്പോൾ ഇതാ നമ്മുടെ മീൻകറി ഈ ഒരു രൂപത്തിലാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഒരു അല്പസമയം കൂടി നമുക്കിതൊന്ന് തുറന്ന് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ കറി ചെറുതായിട്ടൊന്ന് കുറുകി വരും. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം കറി ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ചൂടാറിയതിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുമ്പോൾ ഇതാ ഇതുപോലെ കുറുകിയ ചാറോട് കൂടിയുള്ള മീൻകറിയാണ് നമുക്ക് കിട്ടുന്നത്. അവിയലിന് ആവശ്യമായിട്ടുള്ള കഷ്ണങ്ങളൊക്കെ ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. കല്ലുപ്പാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പുളിയുള്ള തൈരാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലോണം തിരുമ്മണം കേട്ടോ. കൈകൊണ്ട് നല്ലോണം തിരുമ്മി യോജിപ്പിച്ച് ഒരു അരമണിക്കൂർ ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. തേങ്ങ ചിരകിയത് 1/2 മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. വെളുത്തുള്ളിയും ചെറിയ ജീരകവും പച്ചമുളകും കറിവേപ്പില എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഈ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ ഒതുക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വേറെ വെള്ളമൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല. അവിയലിന് ആവശ്യമായിട്ടുള്ള ചേരുവകളൊക്കെ നമ്മൾ ഈ പച്ചക്കറിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് തിരുമ്മി യോജിപ്പിച്ചിട്ട് ഇത് ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ ഇതുപോലെ തന്നെ മൂടി വെക്കണം കേട്ടോ. അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഇനി നമുക്ക് ഇതുപോലെ ഒരു വാഴയില എടുത്തിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുക്കണം. അതിനുശേഷം മൂടി വെച്ചിട്ട് നമുക്കിത് ചെറു തീയിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമ്മളിതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു റെസിപ്പി എനിക്ക് ഷെയർ ചെയ്തു തന്നത് പാലിയേറ്റീവ് കെയറിലെ സിസ്റ്ററാണ് കേട്ടോ. അവർ സ്ഥിരമായിട്ട് ഇതുപോലെയാണ് അവിയൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിയലിൻ്റെ പുതുമ നഷ്ടപ്പെടാതെ നമുക്ക് കിട്ടണമെങ്കിൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ.
ഇടയ്ക്ക് 1-2 പ്രാവശ്യമാണ് അടിയിൽ പിടിക്കാതെ ഇതുപോലെ ഇളക്കി കൊടുക്കാൻ പറ്റുകയുള്ളൂ. ഒരുപാട് തവണ ഇളക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് അവിയലിലേക്ക് ആവശ്യത്തിന് ഉപ്പും പുളിയും ഒക്കെ ഉണ്ടോ എന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വയ്ക്കാം. ഇതൊരു അരമണിക്കൂർ അടച്ചൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോഴേക്കും അവിയലിനൊക്കെ നല്ല ഫ്ലേവർ വന്നിട്ടുണ്ടാവും. പിന്നെ പല സ്ഥലങ്ങളിലും പല രീതിയിലുള്ള അവിയലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പച്ചക്കറിയിലെ മസാലകളൊക്കെ നല്ലതുപോലെ കൈകൊണ്ട് തിരുമ്മി എത്രത്തോളം തിരുമ്മാൻ പറ്റുമോ അത്രത്തോളം തിരുമ്മി കുറേ സമയം വച്ചതിന് ശേഷം വേണം റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. അപ്പം നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ മീൻ കറിയുടെയും അവിയലിൻ്റെയും ഒക്കെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.